ഹലോ ആൻഡ് വെൽക്കം. നമ്മളിന്ന് വീണ്ടും രാജ്യത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവോ എന്ന ആരോപണത്തിന് ബലം വയ്ക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ തുടർച്ചയായി വോട്ടർ പട്ടികയിൽ ആസൂത്രിതമായി ക്രമക്കേട് നടത്തുകയും അതുവഴി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുകയും ചെയ്യുന്നു എന്ന് വീണ്ടും ആരോപിക്കുന്നു. ആദ്യം അദ്ദേഹം കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ കൃത്യമായ രേഖകളില്ലാതെ 1,250,000 വോട്ടർമാരെ ചേർത്തു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. അതിന് തെളിവായി അദ്ദേഹം വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒരു കെട്ടിടത്തിൽ തന്നെ 100-110 വോട്ടർമാരെ ചേർക്കുക, അതുപോലെ വ്യക്തമായ അഡ്രസ്സ് ഇല്ലാത്ത വീട്ടു നമ്പർ 000 എന്നൊക്കെ വീട്ടു നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്തൊക്കെ XYZ ABC എന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം ആദ്യം പുറത്തുവിട്ടത്. ഇന്ന് രാവിലെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി കർണാടകത്തിലെ ഒരു മണ്ഡലം, അതായത് അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 2023 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 6000 ചില്ലറ വോട്ടർമാരുടെ പേരുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലെ രജുറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 6850 പേരുടെ പേര് കൃത്രിമമായി ചേർക്കാൻ ശ്രമം നടന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ആക്ഷേപത്തിൻ്റെ പുറത്ത് കർണാടകത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ അന്വേഷണത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാജ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർത്തും നിസ്സഹകരണം പുലർത്തുന്നു. പല കുറി ഇതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടും അവരിതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റായ സന്തോഷ് കോശി ജോയാണ്. അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പരിചിതനാണ്. അദ്ദേഹം സ്വാഗതം ഈ എപ്പിസോഡിലേക്ക്. ഇത് തുടങ്ങുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ഒരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാനും വേണമെങ്കിൽ പേര് ചേർക്കാനും ശ്രമം നടക്കുന്നു. അതൊരു സംഘടിതമായ ശ്രമമാണ്. അത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, രാജ്യത്ത് പല ഭാഗങ്ങളിലും അങ്ങനെ. ഇതാണോ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ഇത് രണ്ടാമത്തെ പ്രസ് കോൺഫറൻസ് ആണ് രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയത്തിൽ തന്നെ. ആദ്യത്തെ പ്രസ് കോൺഫറൻസും ഈ പ്രസ് കോൺഫറൻസ് തമ്മിൽ ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇതിനിടയിൽ ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും അതിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഉണ്ടായ ഒരേ ഒരു പ്രതികരണമേ ഉള്ളൂ, ഡിനയൽ. അതേസമയത്ത് ഇലക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ പ്രൂഫ് മെക്കാനിസമിൽ വർക്ക് ചെയ്യേണ്ടിയ ഡെമോക്രസിയുടെ അടിസ്ഥാനപരമായ ഉള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ അതിനകത്ത് ഡൗട്ടിന്റെ വേളിൽ പോലും ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഏജൻസീസിനും ഉള്ള ഒരു വിഭാഗമാണ് വോട്ടിംഗ്. ഇങ്ങനത്തെ ഒരു വിഭാഗത്തിൽ ഇത്രയും പ്രൂഫ്സ് കൊടുത്തിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ ഡിനയൽ മോഡിലാണ്. അത് മാത്രമല്ല, ഡിനയൽ മോഡിൽ മാത്രമല്ല, പ്രസ് കോൺഫറൻസ് ചെയ്ത് പ്രതിപക്ഷത്തിനെ പരിഹസിക്കുക, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ അതോ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നാൽ അത് നാടിനെതിരെയും രാഷ്ട്രത്തിന്റെ എതിരെയുമുള്ള ആരോപണമാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരു എക്സ്ക്യൂസസ് കൊടുക്കുക. പ്രസ് കോൺഫറൻസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്തെങ്കിലും ഒരു ടാഞ്ചിബിൾ, റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ടാഞ്ചിബിൾ സ്റ്റെപ്പ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കും, അല്ലെങ്കിൽ എടുക്കുന്നത് എങ്കിലും എന്തൊരു ഐ വാഷ് എങ്കിലും കാണിക്കും. either there should be an action or either there should be a seemingly action taken kind of a thing, but nothing happened actually. പിന്നെ അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിനകത്ത് ഓരോ
വിഷയങ്ങളിലും ഉള്ള അഭിപ്രായങ്ങൾ വളരെ പരിഹസിക്കപ്പെട്ടു. അതുപോലെ CCTV ഓരോ നമ്മുടെ ഇലക്ഷൻ ബൂത്തുകളിലും 24 hours നമ്മൾ എല്ലാവർക്കും CCTV ആക്സസ് ഉണ്ട്. നമ്മൾ ഒരു പൗരനും അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി CCTV കാണാൻ പറ്റും. CCTV നമ്പർ എടുത്ത് കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് തരണമെന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് സ്ത്രീകളുടെ ആത്മസമ്മാനത്തിനെ പറ്റി ഒക്കെ പറയേണ്ടി വന്നു ഇലക്ഷൻ കമ്മീഷന്. അതേസമയത്ത് ജനങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന CCTV ആണ്. അപ്പൊ ഇങ്ങനത്തെ പരിഹസിക്കപ്പെടുന്ന സ്വകാര്യതയുടെ സംരക്ഷണമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. സ്വകാര്യത. അപ്പം ഇലക്ഷൻ കമ്മീഷൻ അങ്ങനത്തെയൊക്കെയുള്ള പ്രിടെക്സ്റ്റുകൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് രാഹുൽ ഗാന്ധി ആരോപണം നടത്തിയാലും നരേന്ദ്രമോദി ആരോപണം നടത്തിയാലും ജനതാദൾ ആരോപണം നടത്തിയാലും ഈ ആരോപണങ്ങളെല്ലാം ക്ഷീണം വരുത്തുന്നത് നമ്മുടെ ഡെമോക്രസിയെയും നമ്മുടെ നാടിനെയുമാണ്. അത് മാത്രമല്ല നമ്മുടെ ചുറ്റും ലോകം മൊത്തം ഡെമോക്രസികൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഡെമോക്രസിയുടെ അടിസ്ഥാനമാണ് ഇലക്ഷൻ. ബേസിക്കലി ആ ഇലക്ഷനെ ചാലഞ്ച് ചെയ്യുന്ന ഇലക്ഷന്റെ ട്രാൻസ്പെറൻസിയെയും ഇലക്ഷന്റെ ഇന്റഗ്രിറ്റിയെയും ചാലഞ്ച് ചെയ്യുന്ന ഒരു ആരോപണത്തിനെയും ഇലക്ഷൻ കമ്മീഷൻ ആസ് എ റെസ്പോൺസിബിൾ ബോഡി BJPക്ക് ചിലപ്പോൾ ഡിനൈ ചെയ്യാം. കാരണം BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷന് പോളിറ്റിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ ജോലി തന്നെ ഇലക്ഷനെ പറ്റിയുള്ള ശുചിതം പാലിക്കുവാണെന്ന് അത് തന്നെയാണല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അതിന് ഡിനൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ഷൻ കമ്മീഷന് എന്തൊക്കെ പ്രൂഫ് തരുന്നു, ആരൊക്കെ തരുന്നു, അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ഒരു ലൈൻ എടുത്തിരുന്നത് രാഹുൽ ഗാന്ധി ആയാലും ആരായാലും പ്രസ് കോൺഫറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം നാടകം മാത്രമാണ്. അങ്ങനെയാണ് സുപ്രീം കോർട്ടിൽ ഒരു വക്കീല് സുപ്രീം കോടതി പറഞ്ഞത്. അത് നാടകം മാത്രമാണ്. പക്ഷെ നിങ്ങൾക്കൊരു ഫോം ഉണ്ട്, ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കാത്ത കാര്യം ഡെമോക്രസിയിൽ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഒപ്പോസിഷനെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനെ ഒപ്പോസിഷനായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഒപ്പോസിഷൻ ലീഡർ ആയിരിക്കുമ്പോൾ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ട്. വെൻ ഹി ഈസ് ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ. ഗവൺമെന്റിന്റെ എതിരെ പറയാനുള്ള ക്രിറ്റിസിസം പറയാനുള്ള അധികാരമുള്ള ഒരു നേതാവാണ് ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ. അപ്പൊ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോൾ അതിനെ വെറും പരിഹസിച്ച് അത് ഈ ഒരു BJPയുടെ സ്പോക്സ് പേഴ്സൺ അതിനെ പരിഹസിച്ച് കളഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു ബിഹേവിയർ തന്നെ വളരെ വളരെ മോശമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ലീഡർ ഓഫ് ദി ഒപ്പോസിഷനും മറികടന്ന് ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ട് ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ താക്കീതൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞാല് ഈ ഗവൺമെന്റുകൾ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും നിൽക്കത്തില്ല, ഗവൺമെന്റ് മാറിയാൽ നമ്മളും ബ്യൂറോക്രാറ്റ്സിന്റെ അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കും. അതും തെറ്റാണ്. കാരണം ഒരു ബ്യൂറോക്രാറ്റ് വർക്ക് ചെയ്യുമ്പോൾ ബ്യൂറോക്രാറ്റിനെ അങ്ങനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിനെ ഒരു താക്കീത് കൊടുക്കുക, അത് തെറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ ഒപ്പോസിഷനും ഇലക്ഷൻ കമ്മീഷൻ തമ്മിലുള്ള ഈ ഒരു വ്യാപാരം തന്നെ, ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ നമ്മുടെ ഡീസൻസി ലെവലിനെ ബ്രീച്ച് ചെയ്തിരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശകലമെങ്കിലും മാനവും ശകലമെങ്കിലും എത്തിക്സ് ഉള്ള ഒരു ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നെങ്കിൽ അത് റിസൈൻ ചെയ്തിട്ട് വേറൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് പുതിയൊരു ഇലക്ഷൻ കമ്മീഷൻ, കാരണം ഒരു വ്യക്തിപരമായിട്ട് ആരോപണങ്ങളാണ് ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വാട്ട് ഷുഡ് ഹാവ് ഹാപ്പൻഡ് ഈസ് ഇലക്ഷൻ കമ്മീഷൻ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒരു പുതിയ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആയല്ല, എല്ലാവർക്കും അൺബയസ്ഡ് ആണ് കരുതുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെ അവിടെ നിയമിക്കേണ്ടിയ വളരെ ആവശ്യമായിരുന്നു. അത് ഇതുവരെ നടക്കാത്തതിൽ നമ്മൾ ഖേദമുണ്ട്. അത് ബേസിക്കലി ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി ഇൻ ദ കൺട്രി നൗ. റൈറ്റ്. ഞാൻ ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൻ്റെ കീഴിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ കൃത്രിമമായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്.
അത് കേരളത്തിലും ഇപ്പോൾ തൃശ്ശൂരൊക്കെ അങ്ങനെ ചേർത്തു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇന്ന് കുറെ കൂടെ ഗൗരവമുള്ള ആക്ഷേപം ഉന്നയിച്ചു എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇപ്പോൾ കർണാടകത്തിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രമം നടക്കുന്നത് കർണാടകത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവിടത്തേക്ക് OTP അയച്ചുകൊണ്ട്. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അലിഗേറ്റ് ചെയ്യുന്ന ഇതൊരു സെൻട്രലൈസ്ഡ് മെക്കാനിസമാണ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൾ സെൻറ്ററോ അല്ലെങ്കിൽ ആ കോൾ സെൻറ്ററിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറോ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ പേര് ഒഴിവാക്കാനോ ഒക്കെ ശ്രമം നടക്കുന്നു. അതിൽ ചിലയിടത്തൊക്കെ വിജയിക്കുന്നു, ചിലയിടത്ത് അത് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അലന്തിൽ അത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് അത് നടന്നില്ല. ഇതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ളൊരു സംഗതിയായിട്ട് മാറുകയാണ്. എക്സാക്ട്ലി, ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയാം. അതൊരു BJP തന്നെ ഒരു സെൻട്രലൈസ്ഡ് മെക്കാനിസമിൽ നടക്കുവാണ്. അതിപ്പം ചിലരൊക്കെ പറയുന്നത് ഇപ്പം ഒരു കേരളത്തിലെ ഒരു ഗ്രാമത്തില് BJPയുടെ കൊടിമരം പോലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു കോൾ സെന്ററിൽ വിളിച്ചു പറഞ്ഞാൽ അത് നമ്മൾ അറിയുന്നതിന് മുമ്പ് അതിന് ബക്കറ്റ് പിരിവോ അല്ലെങ്കിൽ ജനങ്ങളോട് പിരിവിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ ആൾക്കാർ വന്ന്, കമ്പനികൾ വന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകും. അതെല്ലാം സെൻട്രലൈസ്ഡ് മെക്കാനിസമാണ്. അപ്പം ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം അത് BJPയുടെ ഒരു സ്വഭാവം തന്നെ ആണ്. അത് ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിലായാലും ചീഫ് മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിലായാലും അതിനെല്ലാത്തിനകത്തും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു സെൻട്രലൈസ്ഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്ന ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പറയുന്നെങ്കിൽ അത് വളരെ ഗൗരവമായ, വളരെ നമ്മൾക്ക് എല്ലാവർക്കും ഭീഷണിപ്പെടുത്തേണ്ടിയ ഒരു സാഹചര്യമാണ്. കാരണം ടെക്നോളജിയും പൈസയും ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മൊത്തം ഓപ്പറേഷൻ. ഈ സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഫ്രീയിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ഒന്നുമല്ല. ഇതിന് നല്ല ചെലവും നല്ല മിടുക്കൻ പയ്യൻപാനും പെണ്ണുങ്ങളെയും ഒക്കെ വെച്ച്, നല്ല ഓഫീസേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ള, റിട്ടയർഡ് ഓഫീസേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെ നമ്മൾ 2014 ഈ BJP ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗാന്ധിനഗറിലൊക്കെ കോൾ സെന്ററുകള് നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് മെക്കാനിസമിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഇലക്ഷൻസിനെ അട്ടിമറിക്കാൻ, ഇലക്ഷൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് അസംബ്ലി ഇലക്ഷനകത്ത് ഒരു സീനിയർ ഓഫീസറിനോടോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരോടോ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും, 3000-4000 വോട്ടുകൾ മാത്രം മതി ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ. അപ്പൊ ഈ BJPയുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ 4000 വോട്ടിനകത്ത് 2000 ഡിലീഷനും 2000 അഡീഷനും നടന്നാൽ നമുക്ക് ആ സീറ്റിനെ പറ്റിയുള്ള ഒരു തീരുമാനമാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം പല BJP നേതാക്കളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളെല്ലാം ഇതൊക്കെ പഠിച്ചത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ജ്യോതി ബസുവിന്റെ സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് വന്നതെന്നാണ് അവരുടെ ഒരു പരിഹാസമായ ഒരു സംസാരം. പക്ഷേ ശരിയായിരിക്കാം ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ബൂത്ത് ലെവൽ മാനേജേഴ്സ് ഉണ്ട് BJPക്ക്. അതെല്ലാ പാർട്ടികൾക്കും കാണും. പക്ഷെ BJPയുടെ ബൂത്ത് ലെവൽ മാനേജർ വളരെ ഒരു പവർഫുൾ ആളാണ്. അയാൾ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമുക്ക് നടക്കാൻ ആ ബൂത്തിൽ നടക്കും. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റമിന്റെ ഭാഗം ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തില് ഒരു സ്പീഡുണ്ട്. ആ സ്പീഡ് നമ്മൾ എത്ര കാഡർ വെച്ച് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴ് ഇന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിനകത്ത് ഒരു ലേഡിയുടെ ഉദാഹരണം പറഞ്ഞിരുന്നു, ഗോദാബായി. ആ ഗോദാബായി അറിയത്തുപോലും ഇല്ല. ഗോദാബായിയുടെ മൊബൈൽ നമ്പർ ഹാക്ക് ചെയ്തിട്ട് ആ മൊബൈൽ നമ്പർ കൊണ്ട് 12 പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ആ ഗോദാബായി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഈ കാര്യം അറിയത്തുപോലും ഇല്ല. അവരുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് 12 ഡിലീഷൻ, അവരുടെ നെയ്ബേഴ്സ് തന്നെയാണ്, അവരുടെ ഡിലീഷൻ ചെയ്ത രേഖ ഇന്ന് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ പല ഗോദാബായിസ് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ സമയത്തൊക്കെ ഈ മൊബൈൽ നമ്പറും പ്രൈവസിയും നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരിക്കാം ഇതൊക്കെ. സൂര്യകാന്ത് എന്ന് പറഞ്ഞൊരു പേരും ഇന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സൂര്യകാന്തിന്റെ
പേരിട്ടിട്ട് അടുത്ത 12 പേരെ ഡിലീറ്റ് ചെയ്തു. ഈ ഡിലീഷന്റെ ഒക്കെ സ്പീഡാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. 14 മിനിറ്റും കൊണ്ടാണ് ഈ 12 വോട്ടേഴ്സിന്റെ ഡിലീഷൻ ചെയ്തത്. നമ്മള് ഒരു BLOയുടെ അടുത്ത് പോയിട്ട് നമുക്കവിടെ ഒരു പേര് ആഡ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റിന്റെ പ്രോസസ്സാണ്. പക്ഷേ ഈ ആള് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൂര്യകാന്തിന്റെ പേരിൽ ഇത് ചെയ്തപ്പോൾ 12 വോട്ടറുടെ ഡിലീഷൻ 14 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മിനിറ്റ് ചില്ലറ സമയത്തിൽ ഓരോ ഡിലീഷൻ ഇങ്ങനെ അതൊരു അസംബ്ലി ലൈൻ, മാസ് അസംബ്ലി ലൈനിന്റെ കൂട്ട് കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോഴ് അത്ര സയന്റിഫിക്കലി നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണെന്ന് ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ശ്രമിച്ചത്. എന്നാൽ ഈ ശ്രമത്തിന് എന്തെങ്കിലും ഫലം വരണമെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്നതിന് ഇതിന്റെ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഈ ആരോപണങ്ങളെ ഗൗരവമായിട്ട് കാരണം. എന്നാൽ പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കാണുന്നത് ഇത് വെറും ഒരു ഒപ്പോസിഷന്റെ പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ്. ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ കുറച്ച് ഉത്തരം കൊടുക്കും, പിന്നെ ബാക്കി പോളിറ്റിക്കലി BJP അതിനെ നേരിട്ടോളൂ എന്നുള്ളൊരു മട്ടിലാണ് ഇപ്പോഴുള്ള പോക്കുകൾ നമ്മൾ കാണുന്നത്. റൈറ്റ്. ഞാനതിൽ ഇപ്പോൾ നേരത്തെ ഈ ഗോദാബായിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 12 പേരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇതിൽ ഈ OTP ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ OTP വന്നതിന് ശേഷം ഡിലീഷൻ നടക്കണമെങ്കിൽ ഈ ഗോദാബായിയുടെ നമ്പറിലേക്ക് OTP വരണമല്ലോ. അല്ലെങ്കിൽ ഗോദാബായിയുടെ നമ്പറിലേക്ക് വരുന്ന OTP വേറെ എവിടെയെങ്കിലും അവർക്ക് ഈ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ലഭിക്കണം. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫോൺ നമ്പർ മെക്കാനിസം ഇതൊക്കെ സർക്കാരിൻ്റെ പക്കൽ ഇതൊരു വലിയ നെക്സസായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് നമ്മൾ കരുതണം. ഓഫ് കോഴ്സ് ഇപ്പം നമ്മുടെ ഇസ്രായേലിലൊക്കെ പോയി ടെക്നോളജി കൊണ്ടുവന്ന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ബേസിക്കലി. അപ്പം നമുക്ക് അറിയാത്തതിനെക്കാട്ടി കൂടുതലുള്ള ടെക്നോളജി ഉണ്ട്. ഡൽഹിയിൽ പല ജേർണലിസ്റ്റുകളുടെ സെക്കൻഡ് ബൈ സെക്കൻഡ് സംസാരങ്ങളും മെസ്സേജുകളും ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, ജനങ്ങളുടെ ടാക്സിയിൽ നിന്ന് പൈസ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് 24 hour ഇരുന്ന് പെഗാസിസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മൊബൈലിനകത്ത് ഇട്ടിട്ട് മിനിറ്റ് ബൈ മിനിറ്റ് അവരുടെ കോൾസും അവരുടെ SMS ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നും ചിലപ്പം കാണും, നമുക്ക് അറിയത്തില്ലല്ലോ അതിനെ പറ്റിയൊക്കെ. പക്ഷെ അപ്പോൾ ടെക്നോളജി വൈസ് സ്റ്റേറ്റിന്, ഗവൺമെന്റിന് അത് അവർ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്നു, അത് ആരുടെ കയ്യിലൊക്കെ ആക്സസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ ഒരു 10,000 വോട്ടുകൾ BJPക്ക് പുതിയ എഡിഷൻ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും ആവുന്നുണ്ട്. ചില ആരോപണങ്ങൾ പറയുന്നത് ഈ വോട്ടുകൾ ഫ്ലോട്ടിംഗ് വോട്ടുകളാണ്. എന്ന് പറഞ്ഞാല് വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ കാണും, അവർ ബീഹാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ബീഹാറിൽ കാണും. അതൊക്കെ ആരോപണങ്ങളാണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പ്രൂഫുകൾ നമുക്കില്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ട്രൈ ചെയ്തിട്ട് അതിന് പ്രൂഫ് കിട്ടുന്നില്ല. പിന്നെ ജനങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ കിട്ടും അതിനെ പറ്റിയുള്ള പ്രൂഫുകൾ? പക്ഷേ ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തുള്ള ആരോപണങ്ങൾ വരുന്നത് തന്നെ നമുക്ക് വളരെ ക്ഷീണമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഡെമോക്രസിയിൽ അഭിമാനിക്കുന്ന ജനങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഈ ഡെമോക്രസിയെ വളരെ വീക്കാക്കുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനത്തെ ടെക്നോളജിയും പൈസയും കൂടെ നിന്നുകൊണ്ട് ഈ പ്രോസസ്സുകളെ അട്ടിമറിക്കുന്ന ഒരു ശ്രമം നടത്തുന്നത്. അത് വളരെ ഖേദമുള്ളൊരു സംഭവമാണ്. അതിനെപ്പറ്റി ആ കൺസേൺ ഒപ്പോസിഷനോ കോൺഗ്രസ് സപ്പോർട്ടേഴ്സിനോ അല്ലെങ്കിൽ ജനതാദൾ സപ്പോർട്ടേഴ്സിനോ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടേഴ്സിനോ മാത്രമല്ല, ആ ഒരു കൺസേൺ എല്ലാവർക്കും കാണുമെന്ന്. പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ കൺസേൺ ഉണ്ടായിരിക്കും, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ കൺസേണിനെ പൂർണ്ണമായി ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്ന് നമ്മൾ കരുതാമോ? കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ആക്ഷേപം
അദ്ദേഹം ഉന്നയിച്ചതിന് തൊട്ട് പുറകെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ വാർത്താസമ്മേളനം വിളിച്ചിട്ട് രാജ്യത്ത് അഡ്രസ്സ് ഇല്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ വീടില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ വീട്ടു നമ്പർ 0 എന്ന് രേഖപ്പെടുത്തപ്പെട്ടേക്കാം എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പുതിയ ആരോപണം വരുന്നതിൻ്റെ തൊട്ട് പിറകെ ഇലക്ഷൻ കമ്മീഷൻ സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആരോപണം മുഴുവൻ ബേസ്ലെസ് ആണ്. ഓൺലൈനായിട്ട് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. ആരെങ്കിലും പേര് നീക്കം ചെയ്യണമെങ്കിൽ അവരുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ അത് നീക്കം ചെയ്യുകയുള്ളൂ എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കർണാടകയിലെ ആലന്ത് മണ്ഡലത്തിൻ്റെ കാര്യം സ്പെസിഫിക്കായി എടുത്തു പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഇത് കമ്മീഷൻ തന്നെ കണ്ടെത്തുകയും കമ്മീഷൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തൊരു കേസാണ്. അതാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അലിഗേഷനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇത് ഞങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കവർ ചെയ്യുന്ന കാലങ്ങളിൽ ഈ ഒഫീഷ്യൽസിന് കൺഫേം ആവാത്ത പല കാര്യങ്ങൾ അവർ സോഴ്സ് പറഞ്ഞ് ന്യൂസ് കൊടുത്തോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് തരും. പക്ഷെ അന്നൊക്കെ ഈ പ്രവണത ന്യൂസ് ഏജൻസീസിന് മാത്രമായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂസ് ഏജൻസീസ് സോഴ്സസ് എന്ന് പറഞ്ഞു തരും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ സോഴ്സ് ഡിനൈ ചെയ്യും, അല്ലെങ്കിൽ സോഴ്സ് തെറ്റാണെന്ന് പറഞ്ഞ ഒരു അഡീഷണൽ സ്റ്റോറി അവർക്ക്. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നത് എല്ലാ ന്യൂസ് പേപ്പേഴ്സും ന്യൂസ് പോർട്ടൽസും ഈ സോഴ്സ് ബേസ്ഡ് സ്റ്റോറീസ് ഈ സോഴ്സ് ബേസ്ഡ് സ്റ്റോറീസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് അത് ഇലക്ഷൻ കമ്മീഷൻ അതിന് ഉത്തരവാദിത്വമില്ല. അപ്പം അത് ഈ പോർട്ടൽസും ഈ ന്യൂസ് പേപ്പേഴ്സും അവരുടെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ ആയിരിക്കാം 1-2 കേസിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് കേസുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് ഇപ്പോഴ് ഒരു കേസ് നാഗരാജ് എന്ന് പറഞ്ഞ ഒരാള് 2 ആപ്ലിക്കേഷൻ 36 സെക്കൻഡിൽ ഫയൽ ചെയ്തു. ഈ 36 സെക്കൻഡിൽ നമുക്ക് ഒരു IRCTCയുടെ ഒരു ടിക്കറ്റ് പോലും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ലോഗിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ബ്രോഡ്ബാൻഡ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ ഇതൊക്കെ ഒരു ഒഫീഷ്യൽ മെക്കാനിസം ആണ്. ഇതിനകത്ത് പല തയ്യാറെടുപ്പുണ്ട്. ബ്രോഡ്ബാൻഡ് ഇനി എത്ര സ്പീഡിലുള്ള ബ്രോഡ്ബാൻഡ് ആണെങ്കിലും 36 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, എത്ര സ്പീഡിലാണ്. അപ്പോഴേ അപ്പൊ നമ്മൾ മാനുവലി ചെയ്യുന്ന കാരണം അതെന്താണ്, നമുക്ക് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ആലോചനകളും എല്ലാം ഈ മാനുവലി ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പം കിടക്കുന്നത്. അതിനപ്പുറം AI വഴിയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന പല സിസ്റ്റം ഒരു പക്ഷേ കാണും. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അതിശയപ്പെടുന്നത്. അപ്പോഴ് അങ്ങനെ ഈ സിസ്റ്റമിനെ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഹാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം ഞങ്ങളുടെ ടെക്നോളജിക്കലി ഞങ്ങൾ വീക്കാണ്, ഞങ്ങളെ ഹാക്ക് ചെയ്യാനുള്ള പല പ്രവണതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞങ്ങളെല്ലാം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ള ഒരു കാര്യം അങ്ങ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോഴ് അങ്ങനത്തെ ഒരു സാഹചര്യം വളരെ വിഷമമുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ വളരെ വിഷമിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. റൈറ്റ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സന്തോഷമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സന്തോഷം ഒരു കാര്യം പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എങ്ങനെയാണ് അവിടെ ഈ കോർപ്പറേറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എലക്ഷൻ BJP മാനേജ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എന്താ പറയുക, ക്യാമ്പയിൻ രീതി, അവരുടെ മറ്റ് സംഗതികൾ മുഴുവൻ കോർപ്പറേറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്ന കാര്യം സന്തോഷം സൂചിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിലാണെങ്കിൽ രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ചെറിയ മാർജിനിൽ ജയിക്കാനിടയുള്ള മണ്ഡലങ്ങൾ ഏത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടുത്തെ വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയും അഡീഷനാണ് വേണ്ടെങ്കിൽ അഡീഷൻ, ഡിലീഷനാണ് വേണ്ടെങ്കിൽ ഡിലീഷൻ, ഈ പാകത്തിലൊരു മെക്കാനിസം രാജ്യത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കരുതണോ? അത്രയും അപകടമായിട്ട് സിറ്റുവേഷൻ ഉണ്ടോ? അതിനെക്കുറിച്ചാണോ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത്? അല്ല, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് നമ്മൾ ടെക്നോളജി വൈസ് പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അതിന്റെ പല കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ what are the good things about it, what are the bad things about it.
എന്തോ വിഷയം വന്നാലും നമ്മള് അതിനെ അങ്ങ് പ്രതികരിക്കുവാണ്, അതിനെ അങ്ങ് ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് തന്നെ, വേറെ ആരുമല്ല, ഒരു മിനിസ്ട്രി ഒന്നുമല്ല, പ്രൈം മിനിസ്റ്റർ ഓഫീസ് തന്നെ ഒരു വർഷം ഒരു 4-5 ഇങ്ങനത്തെ ക്യാമ്പയിനുകൾ നടത്തും. എന്ന് പറഞ്ഞാല് മേരാ ഭാരത് മഹാൻ 15th ഓഗസ്റ്റിന് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഫ്ലാഗിന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയക്കണം. അപ്പം പ്രധാനമന്ത്രി നിങ്ങൾക്ക് തിരിച്ച് സർട്ടിഫിക്കറ്റ് അയക്കും. അങ്ങനത്തെ പല സ്കീമുകൾ പ്രൈം മിനിസ്റ്റർ ഓഫീസ് തന്നെ, ഇതൊരു മിനിസ്ട്രിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിയോടെ കാര്യം പറയുന്നു. ഇങ്ങനത്തെ എന്ത് നല്ല കാര്യമാണ്. അപ്പം പിള്ളേരെല്ലാം പേരൻസും എല്ലാം ചെയ്തോണ്ടിരിക്കണം. പക്ഷേ ഈ ഡാറ്റ എവിടെ പോകുന്നു, അതിന്റെ ഡീറ്റെയിൽസ് എവിടെ പോകുന്നു, അല്ലെങ്കിൽ ആ ഫോൺ നമ്പേഴ്സ് ആരാ സേവ് ചെയ്യുന്നത്? ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ആ ജീവിത മരണത്തിന്റെ ഇടയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ കൊറോണ സമയത്തിൽ പോലും ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടാക്കി മുതലെടുത്ത ഒരു സംവിധാനമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സിസ്റ്റം. ആരോഗ്യ സേതുയുടെ ഡാറ്റ ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയാണ് ആരോഗ്യ സേതു ജോയിൻ ചെയ്യണമെന്ന് വീഡിയോസ് ഒക്കെ ഇറക്കും. എന്നിട്ട് ഈ ഗവൺമെന്റിനോട് ചോദിക്കുക ആരോഗ്യ സേതുയുടെ ഡാറ്റ എവിടാന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെന്ന് പറയുന്നു. അപ്പോഴ് ആ ഡാറ്റ ആര് യൂസ് ചെയ്യുന്നു? ഏത് നാട്ടിൽ ഏത് വിദേശ ഏജൻസി യൂസ് ചെയ്യുന്നു? അല്ലെങ്കിൽ കാരണം ആ ഡേറ്റയ്ക്കകത്ത് എല്ലാം ഉണ്ട്. എനിക്ക് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, എന്റെ ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് ഏത് മെഡിസിന്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ഡാറ്റ മെഡിസിൻ കമ്പനികളാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അധോലോക ഏജൻസികളാണോ യൂസ് ചെയ്യുന്നത്? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പൊ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നോളജി സൊസൈറ്റിയിൽ നമ്മൾ ഏറ്റെടുത്തു. പക്ഷെ ആ ടെക്നോളജിയുടെ റൈറ്റ് യൂസേജിനെ പറ്റിയും അതിന്റെ എത്തിക്കൽ യൂസേജിനെ പറ്റി നമ്മളും സീരിയസ് അല്ല. നമ്മളെ നയിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റും അതിനെപ്പറ്റി സീരിയസ് അല്ല. ഒരുപക്ഷെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോലും ഈ അനഭിജ്ഞത, ഈ ഇഗ്നറൻസിനെ മുതലെടുക്കുന്നുള്ള ഒരു കാര്യം ശരിയാണ്. അപ്പൊ ഈ സെൽഫികളൊക്കെ നമ്മൾ എടുത്ത് അയക്കുമ്പോൾ ഈ നമ്പറുകളും നമ്മുടെ മൊബൈലിന്റെ ഡീറ്റെയിൽസും അതെല്ലാം ആരാ യൂസ് ചെയ്യുന്നത്? അത് PMO യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ PMO യൂസ് ചെയ്യുന്നെങ്കിൽ അത് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ആ ഡാറ്റ അവർക്ക് ട്രാൻസ്ഫർ ആവുമോ? അല്ലെങ്കിൽ ഇത് നാടിന്റെ ട്രഷറാണോ ഈ ഡാറ്റകളെല്ലാം? അതൊന്നും അതിനെപ്പറ്റി ആരും ചോദിക്കാനുമില്ല. നമ്മൾക്ക് അതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്തപൂർവ്വം ആർക്കും സംസാരിക്കാൻ പോലും ഇപ്പൊ ഒരു സാഹചര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. റൈറ്റ്. അങ്ങനെ പറയുമ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ ഡാറ്റ ഏത് രീതിയിലും ഗവൺമെൻറ്റിന് ആക്സസ് ചെയ്യാം. ആ ഡാറ്റ ഒരുപക്ഷെ പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇലക്ട്രൽ റോൾ മാനിപ്പുലേറ്റ് ചെയ്യാം. ആ പോസിബിലിറ്റി അവിടെയുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ അത് ഉപയോഗിച്ചിരിക്കാം. നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം. രാഹുൽ ഗാന്ധി നാളെ ഗവൺമെന്റിൽ വന്നാൽ അവരിത് ചെയ്യുവോ ചെയ്യത്തില്ലയോ എന്ന്. കാരണം ഈ കോൺഗ്രസും അതൊരു സിസ്റ്റമിന്റെ ഭാഗമാണ്. ഈ ടെക്നോളജിയുടെ ഈ പ്രോസ് ആൻഡ് കോൺസ് ഒരുപക്ഷെ ഈ പ്രസ് കോൺഫറൻസിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ പ്രസ് കോൺഫറൻസിൽ പോയ ജേർണലിസ്റ്റുകൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ചോദിക്കേണ്ടത് നിങ്ങൾ ഗവൺമെന്റിൽ വന്നാൽ നിങ്ങൾ ഈ ഡാറ്റ ഉപയോഗിച്ച് ഈ തട്ടിപ്പ് നടത്തുവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഒരു ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ അങ്ങനെ ഒരു വാക്കെങ്കിലും തരട്ടെ, ഞങ്ങള് കോൺഗ്രസ് ഗവൺമെന്റ് വന്നാൽ അത് ചെയ്യത്തില്ലത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്കോ അങ്ങനത്തെ ഒരു ആശ്വാസമോ ഈ ഗവൺമെന്റ് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഡാറ്റ ഞങ്ങളുടെ അടുത്ത് സേഫ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് നമ്മൾ വെബ്സൈറ്റിൽ പോകണം, PMOയുടെ വെബ്സൈറ്റിൽ പോകണം, എവിടെ പോകണമെങ്കിലും നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കണം, ചിലയിടത്തൊക്കെ ടാഗിങ് ചെയ്യണം, GIS ടാഗിങ് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യവും നമ്മുടെ പ്രൈവസി മൊത്തം നമ്മുടെ ഗവൺമെന്റ് കയ്യിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഒരിക്കലും അതിനെപ്പറ്റി ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ അടുത്ത് വരുന്ന ഡാറ്റ BJP അല്ല ഉപയോഗിക്കുന്നതെന്ന് അങ്ങനത്തെ ഒരു ആശ്വാസന ഒരു വാക്കോ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് എങ്കിലും ഒരു നല്ല തുടക്കമിട്ട് ആ കാര്യം പറയണം. എന്ന് പറഞ്ഞാല് ഡാറ്റ ബ്രീച്ചസ് അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ഈ ഡെമോക്രസിയെ തകർക്കാൻ ടെക്നോളജി ഉപയോഗിക്കത്തില്ല ഞങ്ങൾ എന്നുള്ളൊരു കാര്യം അവര് ആശ്വാസം കൊടുക്കണം. BJP കൊടുത്താൽ നല്ലത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെരുമാറുന്നത്. കാരണം ഈ ജനങ്ങളുടെ വിശ്വാസം
ഇലക്ഷനെ പറ്റിയുള്ള വിശ്വാസം ഇലക്ഷൻ കമ്മീഷന്റെ മേളിലാണ്. നമ്മൾ മറ്റൊരു നേതാവിനെ കണ്ടുകൊണ്ടല്ല നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന നമ്മുടെ ഈ എക്സസൈസ് ഫ്രീ ആൻഡ് ഫെയർ ആണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ടിംഗ് ബൂത്തിൽ പോയി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കണം ഇലക്ഷൻ കമ്മീഷൻ. ആ ഒരു ട്രസ്റ്റ് വിൻ ബാക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഞാൻ അവസാനം ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ ഇത് സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CID, കർണാടക CID ആണ് അത് അന്വേഷിക്കുന്നത്. കർണാടക CID നിരന്തരം ഇത് ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഈ വോട്ടർ പട്ടിക ആക്സസ് ചെയ്തിരിക്കുന്നത്, ഏത് നമ്പറിലേക്കാണ് ഈ OTP എത്തിയിരിക്കുന്നത്, ഇത്തരം വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നിരന്തരം ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ മറുപടി കൊടുത്തു. 18 തവണ കത്തയച്ചു, ഒരു മറുപടിയും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതങ്ങനെ സാധിക്കുമോ ഇലക്ഷൻ കമ്മീഷൻ ഈ നിരവധി കത്തുകൾ അയച്ചിട്ടും ഇത് കൊടുക്കാതിരിക്കുക? കർണാടകത്തിലെ കർണാടകത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, കോൺഗ്രസ് സർക്കാരാണെങ്കിൽ ഇത് ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി അത് എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് സന്തോഷ്? ഞാനേ ആസ് എ ജേർണലിസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഈ ലീഡർ ഓഫ് ദി ഒപ്പോസിഷന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സ്റ്റേജിൽ കയറി അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഒന്നും നടത്താൻ പറ്റത്തില്ല. ഇത് ഇലക്ഷൻ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ ബാക്കപ്പ് ഉണ്ട്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഈ രേഖകൾക്കും ഇതിനും 2 തരത്തിലെ ബാക്കപ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. ഒന്നാമത്തത്, കോൺഗ്രസ് ഭരിച്ചതും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓഫീസേഴ്സ്, ഇലക്ഷനുമായിട്ട് പെരുമാറുന്ന, ഇലക്ഷന്റെ കാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അവരാണ് കോൺഗ്രസിനെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, അത് വളരെ ഗൗരവമായിട്ട് ഒരു BJPയുടെ ലീഡർ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. ബ്യൂറോക്രസിയിൽ ഇന്ന് നരേന്ദ്രമോദി 2029 തിരിച്ചു വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ബ്യൂറോക്രാറ്റ്സിൽ പലരും പരോക്ഷമായി രാഹുൽ ഗാന്ധിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടൊരു കാര്യമാണ്. അതൊരു വലിയ ആരോപണമാണ്. പക്ഷേ അങ്ങനത്തെ സൂചനയാണ് പല BJP ലീഡേഴ്സിന് ഈ വിഷയത്തിലുള്ളത്. അപ്പോഴ് അവർക്ക് ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാരുടെ ബാക്കപ്പ് ഇല്ലാതെ രാഹുൽ ഗാന്ധി ആസ് എ പേഴ്സൺ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള സാധ്യതയില്ല. അപ്പോഴ് ബ്യൂറോക്രാറ്റ്സ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സെൽഫിഷ് ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ് ആണ്. അവർക്കറിയാം എപ്പോഴാണ് കപ്പൽ മുങ്ങാൻ പോകുന്നതും എപ്പോഴാണ് കാര്യങ്ങൾ എങ്ങോട്ട് ഏത് സൈഡിലോട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കരിയറിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ, അത് എനിക്ക് ഊഹിക്കാനേ പറ്റത്തുള്ളൂ, ആയിരിക്കാം ഈ എല്ലാം പ്രൂഫ്സ് രാഹുൽ ഗാന്ധിയുടെ എത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആസ് എ ലീഡർ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഒരു റിസ്ക് എടുത്ത്. കാരണം ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ BJPയും RSSന്റെ ഒരു ശീലമാണ് പേഴ്സണൽ അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷൻ, പേഴ്സണാലിറ്റിയുടെ അസാസിനേഷൻ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ആദ്യം 2007-8 കാലഘട്ടത്തിൽ റിലയൻസിന്റെ ദാദ്രി യൂണിറ്റിന്റെ അഗെയിൻസ്റ്റ് രംഗത്തിലിറങ്ങി ആ ലാൻഡ് അക്വിസിഷനെ ഒപ്പോസ് ചെയ്ത കാലം തൊട്ടാണ് കോർപ്പറേറ്റ് മണി വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ അഗേൻസ്റ്റ് ഈ പപ്പുവും അങ്ങനത്തെ പല കാര്യങ്ങളും ജോക്സും ഒക്കെ ഈ കോൾ സെന്റർ വഴി സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അങ്ങനത്തെ ഒരു പരിചയമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ആരോപണത്തോടു കൂടി ഇനിയും ആഞ്ഞടിക്കുന്ന, കാരണം ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നരേന്ദ്രമോദിയെ കാട്ടി കൂടുതൽ വലിയ സ്റ്റേക്കും റിസ്ക്കും ആൾക്കാർക്ക് ഈ ഗവൺമെന്റോട് കൂടി ഉണ്ട്. നരേന്ദ്രമോദി ഇന്ന് രാജിവെച്ചാൽ ഇന്നും നരേന്ദ്രമോദി ഒരു വലിയ നേതാവെന്നേ അറിയപ്പെടത്തുള്ളൂ. കാരണം he has ruled for so many years and he has ruled the country as a good prime minister, whatever he is. But പല ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ്, പല കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മുങ്ങാനുള്ള സാധ്യതകളാണ് അങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ പോക്കലോടുകൂടി ഉണ്ടാകുന്നത്. അപ്പം അവരെല്ലാം റിസ്കിലാണ്. അപ്പൊ അവരെല്ലാം ഈ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുമെന്നുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയാം. പക്ഷെ എന്നിട്ടും അങ്ങനത്തെ ഒരു റിസ്ക് എടുത്ത് ഈ ഒരു പ്രസ് കോൺഫറൻസ് ചെയ്തു.
അല്ലെങ്കിൽ ഈ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിനെ നമുക്ക് ആസ് എ ലീഡർ അയാളിൽ രാഹുൽ ഗാന്ധിയിൽ പല പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതിന് പുറകിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല, പല ആൾക്കാരുണ്ട്. ബ്യൂറോക്രാറ്റ്സ് കാണാം, പല നേതാക്കൾ കാണാം, പല പാർട്ടികളുടെ നേതാക്കൾ കാണാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കാരണം ഈ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കാരണം പല പല ലീഡേഴ്സിന്റെ തന്നെ ഭാവി BJP-യിലായാലും കോൺഗ്രസിലായാലും ഈ ഭാവി തകർന്ന സാഹചര്യം കാണും. അപ്പൊ അവരെല്ലാം തിരിച്ചാഞ്ഞടിക്കുന്ന ഒരു ഒരു സംരംഭമാണിത് ബേസിക്കലി. അപ്പം ഇത് പല ആൾക്കാരുടെ കരിയർ സ്റ്റേക്കിൽ ആക്കിയ ഒരു സംഭവമാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. രാഹുൽ ഗാന്ധി ഇന്നും പറയുന്നുണ്ട് ഞാൻ ഹൈഡ്രജൻ ബോംബ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന്. ഇത് ഒരു അടുത്ത ലെവൽ വരുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് തീർത്തും ഇല്ലാതാവുന്നൊരു സിറ്റുവേഷൻ വരും എന്നൊക്കെയാണ് പറയുന്നത്. ആ ലെവലിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഒറ്റയ്ക്കല്ല, കോൺഗ്രസ് റൂൾഡ് സ്റ്റേറ്റ്സിലെ ഇലക്ഷനിയറിങ്ങിൽ കൃത്യമായി പങ്കെടുക്കുന്ന, അതിനെക്കുറിച്ച് അറിയാവുന്ന കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ഒരുപക്ഷെ BJP-യോട് എതിരുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടാവാം, കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടാവാം എന്നൊക്കെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, രാഹുൽ ഗാന്ധി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നൊരു പ്രക്രിയയാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആ കാര്യത്തില് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മള് ഈ മാജിക് കാണാൻ പോകുമ്പോഴേ ഈ മാജീഷ്യൻ പറയുന്നതല്ലേ, ഏറ്റവും വലിയ പരിപാടി ഇനി ബാക്കിയാണ്, ആരും പോവല്ലേ, ഞാനിപ്പം ഏറ്റവും വലിയ ഐറ്റം ഇപ്പൊ ഇറക്കിയിട്ടില്ല, ആരും എണീച്ചു പോകല്ലേ. അപ്പൊ ആൾക്കാർ ലാസ്റ്റ് വരെ ഇരിക്കാൻ വേണ്ടിയാണ്. യൂട്യൂബേഴ്സ് പറയത്തില്ലേ, ബെസ്റ്റ് കാര്യങ്ങൾ ഇസ് യെറ്റ് ടു കം, പ്ലീസ് ഡോണ്ട് എക്സിറ്റ്. അപ്പൊ അതുപോലെയാണ് രാഹുൽ ഗാന്ധി ഒരു കച്ചവടം നടത്തുവാണ്. രാഹുൽ ഗാന്ധി അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുക. പക്ഷെ ഒരുപക്ഷെ കാണും, ഒരുപക്ഷെ കാര്യങ്ങൾ ബാക്ക് റൂമിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നരേന്ദ്രമോദി പല നന്മകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു നന്മ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാക്കി തീർത്തത് നരേന്ദ്രമോദിയും BJP-യാണ്. അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ലീഡർ ആയിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷെ പല കാര്യത്തിൽ കമ്മിറ്റ്മെന്റ്, 100% കമ്മിറ്റ്മെന്റ്, ഡെമോക്രസിക്ക് വേണ്ടിയും ജസ്റ്റിസിന് വേണ്ടിയും കമ്മിറ്റ്മെന്റ്, കോൺഗ്രസ് ഐഡിയോളജിക്ക് വേണ്ടിയുള്ള 100% കമ്മിറ്റ്മെന്റ് ഉള്ള ലീഡർ ആയിരുന്നു. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പരിപക്വതയിലെ കാര്യത്തിൽ, മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്നത്തെ രാഹുൽ ഗാന്ധി ആക്കി മാറ്റിയത് നരേന്ദ്രമോദി, BJP. അതിനുവേണ്ടി കോൺഗ്രസ്, BJP നരേന്ദ്രമോദിയെ നന്ദി പറയണം. അപ്പോഴ് രാഹുൽ ഗാന്ധിയുടെ ഇതൊരു അടവാണ് ബേസിക്കലി. ഇനിയും ബെസ്റ്റ് ഐറ്റം ഇപ്പോഴും ബാക്കിയാണ്, ആരും എണീച്ച് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾ എന്നെ ഡിറ്റെയിൻ ചെയ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഒരു ലാർജർ ദൻ ലൈഫ്, ഒരു ലിവിങ് മാർട്ടിയർ ആയി മാറി ഒരു വലിയ ലീഡർ ആവുന്നത്. കാരണം ഇന്നും രാഹുൽ ഗാന്ധി വെറും ഒരു ലീഡർ ഓഫ് ദി ഒപ്പോസിഷനും ഒരു സ്ട്രഗ്ലിംഗ് ലീഡർ മാത്രമാണ്. എന്നാൽ ഇന്ന് ഗവൺമെന്റ് രാഹുൽ ഗാന്ധിക്ക് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാം. കാരണം നമ്മൾ ഓൺലൈൻ മീഡിയം ട്രാക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് അറിയാം, ഈ റൈറ്റ് വിങ് ഇക്കോസിസ്റ്റം ഈ മൊത്തം സാഹചര്യത്തിനെ ഒരു അനാർക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമാണെന്നൊക്കെ പറഞ്ഞ് ആഞ്ഞടിക്കുന്ന സമയത്ത് BJP-യും ഗവൺമെന്റ് വൃത്തങ്ങളും അതിനെ വളരെ കൂളായിട്ട് സൈഡ് ലൈൻ ചെയ്യുക. കാരണം രാഹുൽ ഗാന്ധിയെ അങ്ങനെ വലിയ സ്റ്റേച്ചർ കൊടുക്കണ്ട എന്നാണ് അവരുടെ ഒരു തീരുമാനം. അപ്പം രാഹുൽ ഗാന്ധി ഈ ഒരു പ്രസ് കോൺഫറൻസുകളോട് കൂടി പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ ഡീറ്റെയിൻ ചെയ്യൂ, എന്നെ ഒരു ലിവിങ് മാർട്ടിയർ ആക്കി തീർക്കണം ഡെമോക്രസിക്ക് വേണ്ടി, എന്നാൽ മാത്രമേ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവുള്ളൂ. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ മൊത്തം ഗെയിമിനകത്ത് അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിക്കാണ്. റിസീവിംഗ് എൻഡിനകത്ത് BJP-യും നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. റൈറ്റ്. എന്തായാലും വളരെ നന്ദി സന്തോഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപം, അത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടുപിറകെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു.
അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുന്ന പ്രക്രിയയാണ് 2 വാർത്താ സമ്മേളനങ്ങളിലായിട്ട് അദ്ദേഹം നടത്തിയത്. കൂടുതൽ വലുത് വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം എന്താണ് ഇനി പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിന്. അതോടൊപ്പം ഈ ആക്ഷേപങ്ങളെ, ആദ്യം ഉന്നയിച്ച ആക്ഷേപങ്ങളെ ഏത് വിധത്തിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു. അത് എത്രത്തോളം പരിഹാസ്യമായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേടാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സന്തോഷ് കോശി ജോയ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.